ചെന്താമരയ്ക്ക് എന്ത് ശിക്ഷ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് കോടതി പറയാൻ പോകുന്നത്. അതിന് ഉത്തരമാണ് പറയാൻ പോകുന്നത്. ചെന്താമര കേസ് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ കൂസലില്ലാതെ കോടതിയിലേക്ക് കയറിപ്പോയ ചെന്താമരയെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ചെന്താമരയ്ക്ക് കോടതി ഇന്ന് എന്ത് ശിക്ഷ വിധിക്കുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാ കാര്യങ്ങളും നേരത്തെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ കോടതി ഇതിനുശേഷം ഇരുഭാഗത്തിൻ്റെയും വാദങ്ങൾ ഒന്നുകൂടി കേട്ടുറപ്പിച്ച ശേഷമാണ് ഇന്ന് ശിക്ഷാവിധി പറയാൻ പോകുന്നത്. അവിടെയാണ് നിയമം അനുശാസിക്കുന്ന, ഇന്ത്യൻ നീതിന്യായ സംവിധാനം അനുശാസിക്കുന്ന ഏറ്റവും പരമാവധി ശിക്ഷ ഉണ്ടാകുമോ എന്ന പ്രധാനപ്പെട്ട കാര്യം. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളില്ല എന്ന വിലയിരുത്തൽ കോടതി നടത്തിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നേരത്തെ ഉയർന്ന ഒരു ആക്ഷേപമായിരുന്നു, പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്ന വാദം. പക്ഷേ കോടതി തള്ളിക്കളയുന്നു. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല എന്ന കണ്ടെത്തൽ കൂടി. അടുത്തടുത്ത് 3 കൊലപാതകങ്ങൾ നടത്തിയ വ്യക്തിയാണ്. ഇയാൾക്ക് യാതൊരു മാനസിക പ്രശ്നങ്ങളുമില്ല എന്ന കണ്ടെത്തൽ കോടതി നടത്തിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും വലിയ ശിക്ഷ തന്നെ പ്രതിക്കുണ്ടാകുമോ എന്ന ചോദ്യമാണ്. ചെന്താമരയ്ക്ക് തൂക്കുകയറോ എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിന് കോടതി അതിന് തീരുമാനം പറയാൻ പോവുകയാണ്. കോടതി കേസ് പരിഗണിച്ചു കൊണ്ടിരിക്കുകയാണ്. ചെന്താമര കേസ് കോടതി പരിഗണിക്കുന്നു. എന്താണ് ശിക്ഷാവിധി ഉണ്ടാവുക, ഇത് സംബന്ധിച്ച കോടതി തീരുമാനം ഇതാ വരാൻ പോകുന്നു. ചെന്താമരയ്ക്ക് എന്ത് ശിക്ഷ എന്ന കാര്യം. അനുമോദ്, കോടതി പരിസരം എങ്ങനെയാണ്, എന്താണ് അവിടുത്തെ സാഹചര്യം? ശിക്ഷാവിധി ഉടൻ വരികയല്ലേ? തീർച്ചയായും കോടതി പരിസരം ഒന്നാകെ ഈ ഒരു വിധി അറിയാനുള്ള ഒരു കാത്തിരിപ്പിലാണ്. എല്ലാവരും കോടതിക്ക് മുമ്പാകെ, ചെറിയ കോടതിയാണ്, അവിടെ അധികം പേർക്കൊന്നും കയറാൻ കഴിയുന്ന സ്ഥലം, പക്ഷേ അവിടെയൊക്കെ തന്നെ ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു സാഹചര്യം. കോടതിക്ക് താഴെ മാധ്യമങ്ങളുടെ വലിയൊരു സംഘം തന്നെ കൂടി നിൽക്കുന്ന ഒരവസ്ഥ. മുകളിലാണ് കോടതി ഉള്ളത്. അവിടേക്ക് വളരെ കുറച്ച് പേർക്ക് മാത്രമേ അവിടേക്ക് കയറാനുള്ളൂ. കാരണം വളരെ സ്ഥല സൗകര്യം കുറവുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ എല്ലാവരും തിങ്ങി നിറഞ്ഞ ഒരു അവസ്ഥയിലാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളില്ല എന്ന് കോടതി പറയുന്നു. ഇത് വളരെ നിർണായകമായ ഒന്നാണ്. കാരണം പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആനുകൂല്യം നൽകാൻ വേണ്ടി പ്രതിഭാഗത്തിന് വാദമുണ്ടാകും. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം ഇയാൾക്കില്ല എന്ന് കോടതി പറയുമ്പോൾ ഒരുപക്ഷെ ഇയാൾക്ക് വലിയ ഒരു ശിക്ഷ തന്നെ, നിയമം അനുശാസിക്കുന്ന വലിയ ശിക്ഷ തന്നെ ലഭിക്കുമോ എന്നതിൻ്റെ സൂചനയായിട്ട് ഇതിനെ കാണണം. കാരണം നേരത്തെ ഇയാൾക്ക് മാനസിക നിലയിൽ പ്രശ്നമില്ലെന്നാണല്ലോ റിപ്പോർട്ട് എന്ന് കോടതി തന്നെ ഇയാളോട് ചോദിച്ചപ്പോൾ എനിക്ക് പ്രശ്നമുണ്ടെന്ന് ആരാണ് പറഞ്ഞതെന്നാണ് കോടതിയോട് ഇയാൾ തിരിച്ചു ചോദിച്ചത്. അപ്പോൾ തന്നെ ഈ ഒരു വിഷയത്തിൽ അയാളുടെ സമീപനവും കോടതിക്ക് മുമ്പാകെ വ്യക്തമായതാണ്. അതായത് നിയമത്തിൻ്റെ പഴുതുകൾ, മാനസിക നില പ്രശ്നമുള്ള ഒരാൾ, അയാൾക്കും അതേപോലെ മാനസിക നില പ്രശ്നമില്ലാത്ത ഒരാൾക്ക് 2 തരത്തിൽ തന്നെയാണ് ഒരു കുറ്റത്തിന് ശിക്ഷ കണ്ടെത്തുക. അപ്പോൾ ആ മാനസിക നില പ്രശ്നമുള്ള ഒരാൾക്ക് കൊടുക്കേണ്ട ഒരു ഔദാര്യം അത് ഇയാൾക്ക് ഉണ്ടാകില്ല എന്ന് തന്നെ വേണം ഈ ഒരു സമീപനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ. അതായത് പരമാവധി ശിക്ഷ ഇയാൾക്ക് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയാനുള്ളത്. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളില്ല. ഇനി അയാൾക്ക് അനുകൂലമായിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു കാര്യം പ്രായമാണ്. ഈ 62 വയസ്സെന്ന പ്രായം. ഇത്രയും പ്രായമുള്ള ഒരാളെ തൂക്കിലേറ്റരുത് എന്നാണ് പ്രതിഭാഗം വാദിക്കുന്നത്. ആ പ്രായത്തിൻ്റെ ആനുകൂല്യം അയാൾക്ക് കൊടുക്കരുതെന്ന് പ്രോസിക്യൂഷനും പരമാവധി വാദം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ഇയാളൊരു ഹാബിച്വൽ ഒഫൻഡറാണ്. അതേപോലെ തന്നെ ഇയാളൊരു കാലങ്ങളായിട്ട് കുറ്റകൃത്യം ആലോചിച്ചുറപ്പിച്ച് ആസൂത്രണത്തോടെ നടപ്പാക്കിയ ഒരു മടിയില്ലാത്ത കൊടുംക്രൂരനാണ്. 2019 ഒരു സ്ത്രീയെ കൊല്ലുന്നു. 2025 ആ കുറ്റത്തിന് ജയിലിൽ കഴിയവേ ജാമ്യത്തിലിറങ്ങി ആ സ്ത്രീയുടെ ഭർത്താവിനെയും അമ്മയെയും കൊല്ലുന്നു. അങ്ങനെ ആരെയും രക്തം മരവിക്കുന്ന തരത്തിലുള്ള ഒരു കൊടുംക്രൂരതയാണ് ഇയാൾ ചെയ്യുന്നത്. ഇനിയും വേണമെങ്കിൽ കൊല്ലുമെന്ന തരത്തിലുള്ള ഭീഷണിയും അയാൾക്ക് മുഴക്കാൻ കാര്യമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ വന്ന വിവരം, വീണ്ടും പ്രതി കോടതിക്ക് മുമ്പാകെ പറഞ്ഞതാണ്, അവന്മാർ വന്നാൽ അവന്മാരുടെ ജീവൻ പോകും, ഞാൻ ഗാന്ധിയല്ല, വന്നാൽ തിരിച്ചടിക്കും, അവനവന് വന്നാലേ അറിയൂ, ശിക്ഷ അറിഞ്ഞ ശേഷം പ്രതിയെല്ലാം വിധി എന്നാണ് അയാളുടെ മറുപടി. അതായത് ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല തൻ്റെ നിലപാടിൽ എന്ന് ചെന്താമര കോടതിക്ക് മുമ്പാകെ വീണ്ടും ആവർത്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് എൻ്റെ അടുത്തേക്ക് വന്നാൽ അവരുടെ ജീവൻ ഞാൻ കളയും. വീണ്ടും അയാൾ കൊലവിളി മുഴക്കുകയാണ്. ഞാൻ ഗാന്ധിയല്ല, വന്നാൽ അടി കിട്ടിയാൽ തിരിച്ചടിക്കും. അതായത് ഞാൻ ഒന്നും ക്ഷമിക്കുകയില്ല, എന്നെ തല്ലിയാൽ തിരിച്ചടിക്കും, എന്നെ കൊല്ലാൻ വന്നാൽ ഞാൻ അവരെ കൊല്ലും എന്ന് തന്നെ അയാൾ വീണ്ടും ആവർത്തിക്കുന്നു. അവനവന് വന്നാലേ അതറിയൂ. ഇത് മുൻപും കോടതിക്ക് മുമ്പാകെ അയാൾ ഉന്നയിച്ചൊരു കാര്യമാണ്. ഇത് കോടതിക്ക് ഇപ്പോഴും
ഈ വിധി അറിയുന്നതിന് തൊട്ട് മുൻപും അയാൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. താൻ വീണ്ടും അനുമോദ്, നേരത്തെ പ്രതി പറഞ്ഞ കാര്യങ്ങൾ കോടതി ഒന്നുകൂടി ഈ വിധിയിലൂടെ ആവർത്തിക്കുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് ചെന്താമരയുടെ പരാമർശങ്ങൾ ഈ കോടതി വിധിയിൽ ഉൾപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനമായും. അതായത് മാനസിക പ്രശ്നങ്ങൾ പ്രതിക്കില്ല എന്ന കണ്ടെത്തൽ കോടതി നടത്തിയിട്ടുണ്ട്. അതിന് കാരണമായി ഇയാൾ കോടതിയിൽ നടത്തിയ ചില പരാമർശങ്ങളൊപ്പമാണ് അടക്കമാണ് ഉൾക്കൊള്ളിക്കുന്നത് എന്ന് മാത്രമല്ല, അതിക്രൂരനായ ഒരു കൊലയാളി എന്ന വിലയിരുത്തലിലേക്ക് കോടതിക്ക് കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യങ്ങൾ കൂടി പ്രതി കോടതിയിൽ നടത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, വിധിയിലും വരുന്നു എന്നുകൂടി വേണം നമുക്ക് മനസ്സിലാക്കാൻ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത്. എന്താണ് ആ വിധി എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. എന്തായാലും കോടതി നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്, കേസ് പരിഗണിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട വിധി ഉണ്ടാവും. വിധിന്യായങ്ങൾ കോടതി വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ചെന്താമര കേസിൽ അതിസുപ്രധാനമായ കോടതി വിധി പറയുന്നു. ഇത് പാലക്കാട്ടെ നെന്മാറയിലെയോ മാത്രമല്ല, കേരളം ഒന്നാകെ ഈ വിധി കേൾക്കാൻ കാത്തിരിക്കുകയാണ്. കാരണം അത്ര ക്രൂരമായിരുന്നു ആ കൊലപാതകങ്ങൾ. ഇരട്ടക്കൊലപാതകത്തിലൂടെയാണ് ആദ്യമായി ചെന്താമര എന്ന കൊടും ക്രൂരനെ കേരളം ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയത്. അതല്ലെങ്കിൽ നെന്മാറയിൽ മാത്രം അത് ഒതുങ്ങി നിന്ന കാര്യമാണ്. ചെന്താമര ജാമ്യത്തിലിറങ്ങി വന്ന് ശിക്ഷയിൽ കഴിയവ വന്ന് തൻ്റെ പ്രതികാരം തീർക്കാൻ വീണ്ടും ഇരട്ടക്കൊലപാതകങ്ങൾ, രണ്ടുപേരെ വെട്ടിക്കൊന്ന കൊടും ക്രൂരൻ ചെന്താമരയുടെ കഥ കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ്. ഒടുവിലാണ് ചെന്താമരയ്ക്ക് വിചാരണയ്ക്കൊടുവിൽ വിധി വരുന്നത്. അനാഥമാക്കപ്പെട്ട കുടുംബത്തിന്, ആ പെൺകുട്ടികൾക്ക് ഇനി ആര് സംരക്ഷണമെന്ന വലിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്ര കൊടും ക്രൂരനായ ചെന്താമര ഇനിയും കുറ്റകൃത്യം നടത്തിയേക്കാം എന്ന ഒരു വിലയിരുത്തലിലേക്ക് കോടതി എത്തുമോ? അങ്ങനെയെങ്കിൽ നിയമം അനുശാസിക്കുന്ന ഏറ്റവും പ്രധാനമായ ഏറ്റവും ഉയർന്ന ശിക്ഷ നൽകുമോ? അതല്ല മറ്റെന്ത് നീക്കമാണ് ഉണ്ടാവുക എന്ന ചോദ്യം കൂടി ഉയരുകയാണ്. ആദ്യം നടത്ത കൊലപാതകത്തിൽ ഇരട്ട ജീവപര്യന്തം അനുഭവിച്ചു വരികയാണ് പ്രതി. ഇതിനിടയിലാണ് അടുത്ത കേസ് കൂടി വരുന്നത്. അപ്പോൾ ചെന്താമര നേരിടുന്നത് അതിശക്തമായ നിയമ നടപടികളാണ്. ഏറ്റവും സുപ്രധാനമായ കോടതി വിധിയാണ് വരാൻ പോകുന്നത്. ആ കോടതി വിധിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. കോടതി കേസ് പരിഗണിച്ചു കൊണ്ടിരിക്കുകയാണ്. വിധിന്യായങ്ങൾ പറയുമ്പോൾ ഓരോ സാഹചര്യങ്ങളും കോടതി ശിക്ഷാവിധി പറഞ്ഞതിന് ശേഷം ആദ്യം കുറ്റക്കാരനെന്ന് കണ്ടെത്തി വിധി പറഞ്ഞതിന് ശേഷമുണ്ടായ സാഹചര്യങ്ങളും കോടതിയിലെ പ്രതിയുടെ പരാമർശങ്ങളും അടക്കം ഉൾപ്പെടുത്തുന്ന കോടതി വിധിയാണ് വരാൻ പോകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് കോടതിയിൽ നടത്തിയ എല്ലാ പരാമർശങ്ങളും വിധിന്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതടക്കം വായിക്കുന്നു. ഞാൻ ഗാന്ധിയല്ല, അവനവന് വന്നാലേ അറിയൂ എന്ന പ്രതിയുടെ പ്രതികരണങ്ങളും ഈ വിധിന്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ജില്ലാ നിയമസഹായ വേദിയുടെ അഭിഭാഷകൻ സമർപ്പിച്ച മിറ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകളും കോടതിയിൽ വായിക്കുന്നുണ്ട്. അനുമോദ്, കോടതി വിധിന്യായം അന്തിമമായി പറയുന്നില്ല, കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. അതിൽ പ്രതിയുടെ കോടതിയിലെ ഓരോ മാനറിസങ്ങൾ അടക്കം ഉൾപ്പെടുന്ന വിധിന്യായമാണ് പുറത്തു വരുന്നത്, അല്ലേ? തീർച്ചയായും നമ്മൾ അന്ന് തന്നെ ഈ കാര്യത്തിൽ അയാൾ നടത്തിയ പരാമർശങ്ങൾ ഈ വിധിയെ സ്വാധീനിക്കും, അതിനെക്കുറിച്ച് ഈ വിധിയിൽ പരാമർശമുണ്ടാകുമെന്ന് അന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. അതായത് കുറ്റക്കാരനാണെന്ന് കണ്ട് ഇയാളോട് കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇയാൾ നൽകിയ ധിക്കാരത്തോടെയുള്ള അഹങ്കാരത്തോടെയുള്ള മറുപടി, അതാണ് ഇപ്പോൾ വിധിയിലും പരാമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് എനിക്ക് നേരെ വന്നാൽ അവരുടെ ജീവൻ പോകും, ഞാൻ ഗാന്ധിയല്ല, അവനവന് വന്നാലേ അറിയുള്ളൂ എന്ന പ്രതിയുടെ പ്രതികരണങ്ങൾ വിധിയിൽ തന്നെ കോടതി വായിക്കുമ്പോൾ ഇയാൾ ഒരു മാനസിക നില തെറ്റിയാളല്ല, ഇയാൾ ഒരു കൊടുങ്ക്രൂരനാണ്, ഇയാൾ ആസൂത്രിതമായി കൊലപാതകം ചെയ്ത ഒരു വ്യക്തിയാണ്. മാത്രമല്ല ഇയാൾക്ക് ഒരു മനപരിവർത്തനവും ഇയാൾക്ക് സംഭവിച്ചിട്ടില്ല എന്ന് കോടതി തന്നെ കണ്ടെത്തുന്ന അവസ്ഥയിലേക്ക് ഇത് നീങ്ങുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ശിക്ഷാവിധിയിൽ ഈ വാദപ്രതിവാദങ്ങളിൽ നടന്ന ഓരോ കാര്യങ്ങളും ഈ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിന് ശേഷം അയാൾ നടത്തിയ പരാമർശങ്ങളും കോടതി വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾക്ക് നിയമത്തിൻ്റെ പരിരക്ഷ, അതായത് ഏതെങ്കിലും പ്രായത്തിൻ്റെയെങ്കിലും ഒരു പരിരക്ഷ കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ തന്നെയാണ് ഉയരുന്നത്. നേരത്തെ തന്നെ ഈ ഒരു കേസിൽ സമാനതകളില്ലാത്ത കുറ്റകൃത്യമാണ് ഇയാൾ ചെയ്തിട്ടുള്ളതെന്നും അപൂർവങ്ങളായ കേസായി ഇത് പരിഗണിക്കണമെന്നും ഏറ്റവും വലിയ ശിക്ഷയായിട്ടുള്ള വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ അഭ്യർത്ഥിച്ച ഒന്നാണ്. ഈ റിപ്പോർട്ടിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഇയാൾക്ക് നൽകാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് കാണുന്നത്. പക്ഷേ അവിടെയും ചില കാര്യങ്ങൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഒന്ന്, പ്രായത്തിൻ്റെ ആനുകൂല്യം ഇയാൾക്ക് നൽകുമോ എന്നുള്ളത്. രണ്ട്,
നിയമസഹായ വേദി ഈ മിറ്റിഗേഷൻ റിപ്പോർട്ടിൽ സമർപ്പിച്ച കാര്യങ്ങൾ അത് കുറച്ചൊക്കെ പ്രതിക്ക് അനുകൂലമായിട്ടാണെന്നാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രധാനപ്പെട്ട ആരോപണം. അത് പരിഗണിക്കരുതെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിയമസഹായ വേദി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇയാൾക്ക് ഇളവ് നൽകേണ്ടതുണ്ട്, ഇയാൾക്ക് ഭാവിയിൽ മനപരിവർത്തനം വരാനുള്ളൊരു സാധ്യതയുണ്ട്, ഇയാൾക്ക് ചികിത്സ നൽകാത്തതിന് പ്രശ്നമാണ്, അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ആ മിറ്റിഗേഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. അതൊക്കെ തന്നെ കോടതി ഈ ഘട്ടത്തിൽ പരിഗണിക്കുമോ അതോ അത് ഒഴിവാക്കിക്കൊണ്ട് ഇയാൾക്ക് പരമാവധി ശിക്ഷ നൽകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്താണെങ്കിലും നിർണായകമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കേസിൻ്റെ നടപടിക്രമങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിധി പ്രസ്താവിക്കുന്നതിന് മുൻപായി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോടതി പ്രസ്താവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇതുവരെ കോടതി പറഞ്ഞത് ചെന്താമരയ്ക്ക് മാനസിക പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. അതാണ് കോടതിയുടെ ഭാഗത്തുനിന്നുള്ള പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിന് ശേഷം ജഡ്ജി ചോദിച്ച ചോദ്യങ്ങൾക്ക്, കോടതിയുടെ ചോദ്യങ്ങൾക്ക് ഇയാൾ നൽകിയ മറുപടികൾ, അതും ഈ ഒരു വിധിയെ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്നുണ്ട്. ഓന്മാർ വന്നാൽ അവൻ വരേണ്ട ജീവൻ പോകും, ഞാൻ ഗാന്ധിയല്ല, വന്നാൽ തിരിച്ചടിക്കും, അവനവന് വന്നാലേ അറിയൂ. ഈ കാര്യങ്ങളൊക്കെ ഇയാൾ കോടതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ കാര്യങ്ങളാണ്. അതെല്ലാം തന്നെ ഈ ഒരു കേസിൽ വിധി പ്രസ്താവിക്കുന്നതിൽ നിർണായകമായ കാര്യങ്ങളായിട്ട് വരുമെന്ന് തന്നെ വേണം കരുതുവാൻ. എന്താണെങ്കിലും അല്പസമയത്തിനകം തന്നെ ഇതിൽ അന്തിമ വിധി വരുമെന്ന് തന്നെയാണ് നമുക്കറിയാനാകുന്നത്. ഇതുവരെയുള്ള പ്രതിവാദങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് കേസിൽ കോടതി അന്തിമ വിധിയിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ നിയമസഹായ വേദിയുടെ റിപ്പോർട്ടുള്ള വാദങ്ങളാണ് ഇവിടെ ജഡ്ജി അല്ലെങ്കിൽ കോടതി പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം അന്തിമ വിധി ഇതുണ്ടാകുമെന്നാണ് നമുക്കറിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇയാൾക്ക് തൂക്കുകയർ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ്. അതിന്മേലുള്ള കാത്തിരിപ്പ്, എന്ത് വിധിയായിരിക്കും ചെന്താമരയ്ക്കോ എന്നുള്ളതിൻ്റെ അറിയാനുള്ളൊരു കാത്തിരിപ്പിലാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അത് കോടതി പ്രസ്താവിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ജില്ലാ നിയമസഹായ വേദിയുടെ റിപ്പോർട്ടിലുള്ള പരാമർശങ്ങളാണ് കോടതിയിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത്. സജിത്ത്, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.